ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ കഴിഞ്ഞ ജൂൺ 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വന്ന ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 പാർട്ട് എയും പാർട്ട് ബിയിലുമായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ട് എയിലുള്ളത് 2 ക്വസ്റ്റ്യൻസ് ആണ്, അത് കമ്പൽസറി ആണ്. ഇനി പാർട്ട് ബിയിലേക്ക് 2 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വന്നിട്ടുണ്ട്. അതിലാണ് പാർട്ട് ബിയിലാണ് കൂടുതൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 2 സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെയിൻലി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതിൽ സീവ് അനാലിസിസ് നമ്മൾ അപ്പോൾ നമ്മൾ സോയിലിനെ തന്നെ ഓരോ സീവ്സിൽ കൂടെ പാസ് ചെയ്യിച്ച് അതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ഗ്രേഡ് ചെയ്ത് നമുക്കതിനെ വെൽ ഗ്രേഡഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പുവർലി ഗ്രേഡഡ്, ഗ്യാപ്പ് ഗ്രേഡഡ് സോയിൽ, അങ്ങനെ പല രീതിയിൽ നമ്മൾ സോയിൽസിനെ ഡിവൈഡ് ചെയ്യുന്നു സീവ് അനാലിസിസ് വെച്ച്. പിന്നെ സ്റ്റോക്സ് ലോ വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്, അതിൻ്റെ പ്രൊസീജിയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ഒന്നും നമുക്ക് വേണ്ട. അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം, പിന്നെ കൺസിസ്റ്റൻസി, അതിൻ്റെ അറ്റർബർഗ്, ഇപ്പോൾ വാട്ടർ ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്, ഇതെല്ലാം വരുന്ന അറ്റർബർഗ് ലിമിറ്റ്സും അതിൻ്റെ ഇൻഡെക്സും, അതായത് ഇപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിക്വിഡിറ്റി ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ, പിന്നെ പ്ലാസ്റ്റിസിറ്റി ചാർട്ട്, പിന്നെ നമ്മൾ ഏതൊക്കെ ലബോറട്ടറി ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഷ്രിങ്കേജ് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. പിന്നെ IS ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോയിലിൻ്റെ IS ക്ലാസിഫിക്കേഷനും അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇവിടെ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് പെർമിയബിലിറ്റി ഓഫ് ദി സോയിൽ. അതിൽ മെയിൻലി വരുന്നത് ഡാർസീസ് ലോ ആണ്. അപ്പോൾ നമുക്ക് ഡാർസീസ് ലോ അറിയാം, Q = KIA. നമ്മുടെ ഡാർസീസ് ലോ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ പെർമിയബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് കണ്ടുപിടിക്കാനുള്ള ലബോറട്ടറി ടെസ്റ്റ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലബോറട്ടറി ടെസ്റ്റ് കോൺസ്റ്റന്റ് ഹെഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഫോളിംഗ് പെർമിയബിലിറ്റി ടെസ്റ്റാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റിലുള്ള ആവറേജ് പെർമിയബിലിറ്റി, അതിന് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 2 കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി? അപ്പോൾ ഡ്രൈ ഡെൻസിറ്റിയും റിലേറ്റീവ് ഡെൻസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസിന്റെ മാസ് ബൈ വോളിയം ആണ്. അപ്പം ഡ്രൈ ഡെൻസിറ്റി നമുക്കതിനെ γD എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദറ്റ് ഈസ് എ മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ബൈ ദ വോളിയം ഓഫ് സോയിൽ. സോയിലിന്റെ വോളിയം ബൈ മാസ് ഓഫ് സോളിഡ്, അതായത് സോളിഡ് പാർട്ടിക്കിൾസ് ബൈ വോളിയം ഓഫ് സോയിൽ ആണ് എന്തെന്ന് പറയുന്നത്, ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് എ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ബൈ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളുടെ വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ വിത്ത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ റേഷ്യോ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഡ്രൈ ഡെൻസിറ്റി എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ സോയിൽ. പിന്നെ ഓൾ ദ വോയിഡ്, അപ്പൊ എല്ലാ വോയിഡ് സ്പേസും എയർ കാരണം അപ്പൊ അബ്സല്യൂട്ട് ഡ്രൈ കണ്ടീഷൻസിലാണ്. അപ്പൊ നമുക്ക് പറയാം ഡ്രൈ കണ്ടീഷനിലാണ്, അബ്സല്യൂട്ട് ഡ്രൈ കണ്ടീഷനിൽ മെഷർ ചെയ്ത് വോളിയം ഓഫ് മാസ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം ഓഫ് സോയിൽ ചെയ്യുന്നതാണ് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫേസ് ഡയഗ്രത്തിൽ നമുക്കറിയാം എന്താണ്, വാട്ടർ ഇല്ല, ഒൺലി എയറും സോളിഡ്സും മാത്രമാണ് ആ ഒരു ഫേസിൽ നമുക്കുള്ളത്. അപ്പൊ ഇത് മാസ് ഓഫ് ദ സോളിഡ്സ്, ഇത് വരുന്നത് വോളിയം ഓഫ് സോയിൽ. ഇനി ഇറ്റ് ഈസ് expressed in unit of mass per unit volume. അപ്പോൾ മാസ് പെർ യൂണിറ്റ് വോളിയത്തിനെ kg/m³ നമ്മൾ ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ വോളിയം ഓഫ് സോയിലിനെ നമ്മൾ വെയ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്ത് നമ്മൾ മോയ്സ്ചർ എല്ലാം റിമൂവ് ചെയ്യുന്നു, അതിന്റെ വെയിറ്റ് എടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഡ്രൈ വെയിറ്റ് ഓഫ് ദി സോളിഡ് കിട്ടുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡെൻസിറ്റി ആൻഡ് സ്ട്രക്ചർ. അപ്പൊ ഡ്രൈ ഡെൻസിറ്റി കാരണം നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ ഡെൻസിറ്റിയും അതിന്റെ സ്ട്രക്ചർ, ആ സോയിലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ബിഹേവിയർ എല്ലാം അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഡ്രൈ ഡെൻസിറ്റി ചെയ്യുന്നത്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റിയിലേക്ക് വരുമ്പോൾ അതിന്റെ വേറെ പേരാണ് ഡെൻസിറ്റി ഇൻഡെക്സ് ഓർ കോമ്പാക്ഷൻ ഇൻഡെക്സ്. അത് ഡെൻസിറ്റി ഇൻഡെക്സ് എന്നും പറയാം, അല്ലെങ്കിൽ കോമ്പാക്ഷൻ ഇൻഡെക്സ് എന്നും പറയാം.
ഇറ്റ് ഈസ് എ മെഷർ ഓഫ് കോമ്പാക്ട്നെസ് ഓഫ് എ സോയിൽ കമ്പയർഡ് ടു ഇറ്റ്സ് മാക്സിമം അവൈലബിൾ ഡെൻസിറ്റി. അപ്പം എന്തോരം നമുക്ക് കോമ്പാക്ട് ചെയ്യാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പം ഡ്രൈ ഡെൻസിറ്റിയിൽ നമുക്ക് അതിന്റെ സ്ട്രക്ചർ, സോയിലിന്റെ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് സോയിലിന്റെ എന്തോരം കോമ്പാക്ട്നെസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ ജനറലി പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. 0 to 100. അപ്പോൾ 0-യിലാണെങ്കിൽ വളരെ ലൂസസ്റ്റ് സ്റ്റേറ്റിലായിരിക്കും. 100 ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അത് വളരെ ഡെൻസസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഉള്ളതെന്നാണ് അർത്ഥം. അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് ഡിറ്റർമൈൻഡ് കമ്പയറിംഗ് ഇൻ പ്ലേസ് ഡെൻസിറ്റി ഓഫ് ദ സോയിൽ ടു ഇറ്റ്സ് മാക്സിമം അച്ചീവബിൾ ഡെൻസിറ്റി. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ഡെൻസിറ്റി ടു മാക്സിമം അച്ചീവബിൾ ഡെൻസിറ്റി വെച്ച് നമുക്ക് റേഷ്യോ എടുത്തും റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അത് നമ്മളുടെ കോമ്പാക്ഷന്റെ സ്റ്റേറ്റും ഇതിന്റെ സെറ്റിൽമെന്റ് പൊട്ടൻഷ്യൽ എന്തോരം സെറ്റിൽ ചെയ്യാം എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ടും അങ്ങനെ നമുക്ക് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡ്രൈ ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി. Next is name the soil type that can be tested using constant head permeability test and variable head permeability test. അപ്പോൾ constant head permeability test നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൈ പെർമിയബിൾ ആയിട്ടുള്ള കോഴ്സ് ഗ്രെയിൻ സോയിലാണ്. ഹൈ പെർമിയബിൾ ഹൈ പെർമിയബിൾ ആയിട്ടുള്ള കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഫോർ കോഴ്സ് ഗ്രെയിൻ സോയിൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ മീൻസ് ഓഫ് എന്ത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്, കോൺസ്റ്റന്റ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓഫ് സോയിൽ എന്തായിരിക്കണം, S ഷുഡ് ബി 100%. ഇതില് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡാർസീസ് ലോ ആണ്. ഡാർസീസ് ലോ നമുക്കറിയാം QI × A ആണ്. I എന്ന് പറയുന്നത് H/L ആണ്. നമ്മൾ ഇതിൽ നിന്ന് K ആണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. അപ്പോൾ K കണ്ടുപിടിക്കാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ QL/AH വഴി നമുക്ക് എന്ത് കിട്ടുന്നു, K കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ ഓപ്ഷനിലാണ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഫിഗറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഹൈ പെർമിയബിൾ ആയിട്ടുള്ള കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എ വേരിയബിൾ പെർമിയബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ലെസ് പെർമിയബിൾ ആയിട്ടുള്ള ഫൈൻ ഗ്രെയിൻഡ് സോയിലിനാണ്. ലെസ് പെർമിയബിൾ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. അപ്പോൾ വേരിയബിലിറ്റി പെർമിയബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ലെസ് പെർമിയബിൾ ആയിട്ടുള്ള ഫൈൻ ഗ്രെയിൻ സോയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലേ സോയിൽ, ഫോർ എക്സാമ്പിൾ ക്ലേ സോയിലിന്റെ എല്ലാം കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫോളിംഗ് ഹെഡ് മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K = A/A L/T ln H1/H2 ആണ്. ഇതിനെ നമ്മൾ log to the power of 10 ആക്കുമ്പോൾ 2.303 ഇൻറ്റു ചെയ്തു A/A × L/T. അപ്പോൾ ഇതിൽ K എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. A is the area of tube in meter square. ട്യൂബിന്റെ ഏരിയ ആണ് ദിസ് ഏരിയ, ഈ ഏരിയയാണ് A എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, സാമ്പിളിന്റെ ഏരിയ ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. ടൈം സെക്കൻഡിലാണ്. L in length in മീറ്ററിലാണ് ലെങ്ത് എടുക്കുന്നത്. H1 ലെവൽ ഓഫ് ടൈം ആൻഡ് T = 0. അപ്പൊ T 0 ആയിരിക്കുമ്പോഴുള്ള ഹൈറ്റ്, T ആയിരിക്കുമ്പോൾ ലെവൽ ഓഫ് ടൈം T ആണെങ്കിൽ T 0 ആണെങ്കിൽ H1, T ആണെങ്കിൽ H2. അപ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ K കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡ് യൂസ് ചെയ്ത് ഏത് സോയിലാണ് കണ്ടുപിടിക്കുന്നതെന്ന് എഴുതുക, അതിന്റെ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എഴുതുക. ഇത്ര എഴുതിയാൽ തന്നെ നമുക്കിതിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ദ പാർട്ട് ബിയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Sketch the IS plasticity chart for fine-grained soil. Explain the symbols used in the chart for soil classifications. അപ്പോൾ ഇവിടെ നമ്മളോട് മെയിൻലി ചോദിച്ചിരിക്കുന്നത് IS plasticity chart for fine-grained soil. അപ്പോൾ fine-grained soilന്റെ IS plasticity chart. അപ്പോൾ plasticity chart എന്ന് പറയുന്നത് plasticity index versus the liquid limit ന്റെ ഒരു ചാർട്ടാണ്. So it is plasticity index versus
ലിക്വിഡ് ലിമിറ്റ് ആണ്. So it is a graph between the plasticity index and liquid limit in percentage. ഇത് രണ്ടും പെർസെൻറ്റേജിലാണ്. So both are represented in percentage. And the ഇതിൽ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. അപ്പോൾ ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെയാണ് നമ്മൾ ഈ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ഏതൊക്കെയായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ക്ലേ, സിൽട്ട് ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പൊ ക്ലേനെ സി വെച്ചും സിൽറ്റിനെ എം വെച്ചും ഓർഗാനിക് പാർട്ടിക്കിൾസിനെ ഒ വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫൈൻലി ഗ്രെയിൻ സോയിൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇഫ് മോർ ദാൻ 50% ഓഫ് ദി സോയിൽ പാസസ് ത്രൂ 75 മൈക്രോൺ സീഡ്, അതിനെ നമുക്ക് ഫൈൻ ഗ്രെയിൻ സോയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒരു ഫൈൻ ഗ്രെയിൻ സോയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ 50% നമ്മളുടെ 75 മൈക്രോ സീവിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫൈൻ ഗ്രെയിൻ soil. So this is a chart and this line is known as A line. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈൻ ചെയ്തിട്ടുണ്ട്. This is A line. This is ഇനി നമ്മൾ ഇതിനെ ക്ലേ ആൻഡ് സിൽറ്റ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. എ ലൈൻ്റെ ഇക്വേഷൻ ആണ് 0.73 WL - 20. അപ്പോൾ ഈ WL എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് ആണ്. ലിക്വിഡ് ലിമിറ്റിനെയാണ് WL ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനൊരു അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. ഇതിന് നമുക്ക് U ലൈൻ എന്ന് പറയും. ദിസ് ഇസ് യു ലൈൻ. അപ്പോൾ എ ലൈനിന് മേളിലായിട്ട് അപ്പർ ലിമിറ്റ് ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യു ലൈൻ. So A line in this chart is expressed as IP is equal to IP is a plasticity index is equal to 0.73 WL - 20. അപ്പോൾ IP എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. WL എന്ന് പറയുന്നത് ലിക്വിഡ് ലിമിറ്റ് ആണ്. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ പോയിന്റ് ഇൻ ദ ചാർട്ട്, ഫൈൻ സോയിൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ക്ലേസ്, സിൽട്ട് ഓർ ഓർഗാനിക് സോയിൽസ്. അപ്പം നമുക്ക് എവിടെയാണ് നമ്മളുടെ സോയിലിന്റെ പോയിന്റ് വരുന്നതെന്നനുസരിച്ച് നമുക്ക് എന്തായിട്ട് ഈ ചാർട്ടിൽ എവിടെയാണ് പോയിന്റ് വരുന്നതെന്നനുസരിച്ച് നമുക്ക് ഫൈൻ ഗ്രെയിൻ സോയിൽസിനെ ക്ലേ, സിൽറ്റ് ആൻഡ് ഓർഗാനിക് സോയിൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നൗ ദ ഓർഗാനിക് കണ്ടന്റ് ഈസ് എക്സ്പ്രസ്. നമ്മൾ ഓർഗാനിക് കണ്ടന്റ് എക്സ്പ്രസ് ചെയ്യുന്ന എന്തായിട്ടാണ്? പെർസെൻറ്റേജ് ആണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ് as percentage of mass of organic matter in a given mass of soil to the mass of the dry soil solids. അപ്പോൾ നമ്മൾ ഓർഗാനിക് കണ്ടന്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഓർഗാനിക് മാറ്റർ, നമ്മളുടെ തന്നിരിക്കുന്ന ഗിവൺ മാസ് ഓഫ് സോയിൽ എന്തോരം ഓർഗാനിക് മാറ്റർ ഉണ്ട് അതിന്റെ റേഷ്യോ ടു ദ മാസ് ഓഫ് ഡ്രൈ സോയിൽസ്. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള സോളിഡ് സോയിൽസുമായിട്ടുള്ള അതിന്റെ റേഷ്യോനെയാണ് നമ്മൾ ഓർഗാനിക് കണ്ടന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി യു ലൈൻ എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. അപ്പോൾ യു ലൈൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് IP is equal to 0.9 WL - 8. അപ്പോൾ IP പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും WL വാട്ടർ ലിമിറ്റും ആണ്. ഇനി നമുക്ക് ജനറലി ദ ക്ലേസ് എബവ് ദ പ്ലാസ്റ്റിസിറ്റി, അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ടിന് എബവ് ഉള്ളത് ജനറലി എന്തായിരിക്കും? ക്ലേസ് ആയിരിക്കും. അപ്പോൾ ഈ എ ലൈനിൽ മേളിലുള്ളത് ക്ലേയും ഇതിൻ്റെ താഴേക്ക് വരുന്നത് സിൽറ്റുമാണ്. So those is above. So those portion above A line is generally composed of clay and those soil below the A line നമുക്ക് സിൽറ്റ് ആയിട്ട് എടുക്കാം. അപ്പം ഇപ്പം നമ്മളുടെ വാട്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 35 ആണെങ്കിൽ അത് ലോ കംപ്രസിബിൾ ആയിട്ടുള്ള ക്ലേ ആണ്. ഇനി അത് ബിറ്റ്വീൻ, വാട്ടർ ലിമിറ്റ് ഇസ് ബിറ്റ്വീൻ 35 and 50, then it is intermediate compressible clay. അങ്ങനെയാണെങ്കിൽ അത് CI ആണ്, ദാറ്റ് ഇസ് ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ ക്ലേ ആണ്. അപ്പോൾ വാട്ടർ ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലേനെ നമുക്ക് എന്തൊക്കെയാണ് ലോ കംപ്രസിബിൾ ആയിട്ടുള്ള ക്ലേ ആണോ, ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ ആയിട്ടുള്ള ക്ലേ ആണോ, അതുപോലെ ഹൈലി കംപ്രസിബിൾ ക്ലേ ആണോ. അപ്പോൾ വാട്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് 50യിലും വാട്ടർ ലിമിറ്റ് 50യേക്കാൾ കൂടുതലാണെങ്കിൽ, ഇഫ് ദ വാട്ടർ ലിമിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 50 then it is ഹൈ കംപ്രസിബിൾ ക്ലേ. അപ്പോൾ വാട്ടർ ലിമിറ്റിന്റെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ക്ലേനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ലോ കംപ്രസിബിൾ, ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ ആൻഡ് ഹൈലി കംപ്രസിബിൾ. അപ്പോൾ വാട്ടർ ലിമിറ്റ് ലെസ് ദാൻ 35 ആണെങ്കിൽ, വാട്ടർ ലിമിറ്റ് ലെസ് ദാൻ 35 ആണെങ്കിൽ അത് ലോ കംപ്രസിബിൾ ആണ്. 35ൻ്റെയും 50ക്കും ഇടയ്ക്കാണെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ആണ്. ഇനി വാട്ടർ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ ഹൈലി കംപ്രസിബിൾ ആയിട്ടുള്ള ക്ലേ ആണ്. സോ ഇഫ് ദ പോയിന്റ് ഗെറ്റ് പ്ലോട്ടഡ് ബിലോ എ ലൈൻ, അപ്പോൾ എ ലൈനിന് താഴെയാണ് നമ്മുടെ പോയിന്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതിൽ അതെന്തായിരിക്കും? സിൽറ്റ് ആയിരിക്കും. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക്. ഇനി നമുക്കത് ഓർഗാനിക്, അപ്പോൾ ഓർഗാനിക് ആവാം, സിൽറ്റ് ആവാം, അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽസ് ആവാം താഴേക്ക് വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയും
ലെസ് ദാൻ വാട്ടർ ലിമിറ്റ് ലെസ് ദാൻ 35 ആണെങ്കിൽ ഇവിടെയും ലോ കംപ്രസിബിൾ സിൽറ്റ് അല്ലെങ്കിൽ ലോ കംപ്രസിബിൾ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ ആണ്. 35 to 50യുടെ ഇടയിലാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സിൽറ്റ് ആവാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓർഗാനിക് സോയിൽ ആവാം. ഇനി 50യിലും കൂടുതലാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ഹൈ കംപ്രസിബിൾ സിൽറ്റ് അല്ലെങ്കിൽ ഹൈ കംപ്രസിബിൾ ആയിട്ടുള്ള ഓർഗാനിക് സോയിൽ ആകാം. വാട്ടർ ലിമിറ്റിന്റെ വാല്യൂസിന് മാറ്റമില്ല, പക്ഷേ ഇത് എ ലൈനിലാണോ എബവ് എ ലൈൻ ആണോ ബിലോ എ ലൈൻ ആണോ എന്നനുസരിച്ച് നമ്മളുടെ ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണെന്നുള്ളതിന്റെ മാറ്റം വരും. അപ്പൊ എബവ് ആയിരുന്നെങ്കിൽ ഇതെല്ലാം ക്ലേ ആയേനെ, ബിലോ ആയതുകൊണ്ട് ഇത് സിൽറ്റ് ആവാം അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ ആവാം. സോ ദാറ്റ് ഇസ് all about the fine grained soil and the plasticity chart. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sketch the particle size distribution curve for well graded soil, poorly graded soil and gap graded soil and show how the data for effective size and uniformity coefficient are identified from the grading curve. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഫോർ വെൽ ഗ്രേഡഡ്, ഗ്യാപ് ഗ്രേഡഡ് ആൻഡ് പുവർലി ഗ്രേഡഡ് സോയിൽ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ ഇതാണ് നമ്മളുടെ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ. ദിസ് ഈസ് ദ വെൽ ഗ്രേഡഡ് സോയിൽ. അപ്പോൾ നമ്മളിത് പെർസെൻറ്റേജ് ഫൈനർ ടു പാർട്ടിക്കിൾ സൈസ് ഒരു ലോഗരിതമിക് സ്കെയിലിലാണ്, ലോഗരിതമിക് ആയിട്ടുള്ള സ്കെയിലിലെ പാർട്ടിക്കിൾ സൈസും പെർസെൻറ്റേജ് ഫൈനറും ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പം ഇതിൽ ഈ നല്ല കേർവി ആയിട്ടുള്ള ഇതാണ് വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ. ഇനി ഒരു കേർവ്സ് ഇങ്ങനെ രണ്ട് യു ഷേപ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്, രണ്ട് ഹംസ് ഉള്ള ഈ ഷേപ്പാണ് ഗ്യാപ് ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ. ആൻഡ് ദിസ് വൺ ഇസ് ദ പുവർലി ഗ്രേഡഡ് സോയിൽ. അപ്പൊ ഗ്യാപ് ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പാർട്ടിക്കിൾ സൈസും ഇല്ല. എസെൻഷ്യലി നമുക്ക് വേണ്ട പാർട്ടിക്കിൾ സൈസ് എല്ലാം മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ഗ്യാപ് ഗ്രേഡഡ്. സോ ഗ്യാപ് ഗ്രേഡഡ് സോയിൽ ഹാസ് that an excess or deficiency, ഒന്നല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവാം ഒരു സൈസിന്റെ തന്നെ, അല്ലെങ്കിൽ ഒരു സൈസ് പാർട്ടിക്കിൾസിന്റെ ഇത് ഡെഫിഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ അത് കുറവാവാം, അല്ലെങ്കിൽ എക്സസ് ആവാം. അപ്പൊ എക്സസോ കുറവോ ഒരു പാർട്ടിക്കിൾ സൈസിന് വരുന്നതാണ് ഗ്യാപ് ഗ്രേഡഡ്. സോ ഗ്യാപ് ഗ്രേഡഡ് സോയിൽ ഇസ് എ സോയിൽ ദാറ്റ് ഹാസ് an excess or deficiency of certain particle sizes or soil that has at least one particle size missing, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ സൈസ് എങ്കിലും മിസ്സിംഗ് ആയിരിക്കും. അങ്ങനെ വരുന്ന സോയിലാണ് ഗ്യാപ് ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. ഇനി വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിൾ സൈസും നല്ല ഈക്വൽ ആയിട്ടുള്ള പെർസെൻറ്റേജിലുള്ളതാണ് വെൽ ഗ്രേഡഡ് സോയിൽ. So that contains a wide range of sizes and a good representation of all the sizes. അപ്പോൾ wide range of sizes ഉണ്ടാവാം, ഓരോ സൈസസിൻ്റെയും നല്ലൊരു റെപ്രസെൻറ്റേഷൻ, നല്ല എമൗണ്ട് ഓഫ് റെപ്രസെൻറ്റേഷനും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക്സിനും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽ ഗ്രേഡഡ് സോയിൽ ആയിരിക്കും. ഇനി പുവർലി ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത് it does not have a good representation of all size of the particles. അപ്പം എല്ലാ സൈസ് ഓഫ് പാർട്ടിക്കിൾസേയും ഗുഡ് റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത വരുന്ന സോയിലിനെയാണ് പുവർലി ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാപ് ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് എക്സസ് ആവാം, അല്ലെങ്കിൽ ചിലത് ഡെഫിഷ്യൻ്റ് ആവാം, ചിലത് മിസ്സിംഗ് ആവാം, അങ്ങനെയെല്ലാം വരുന്നതാണ് ഗ്യാപ് ഗ്രേഡഡ്. ഇവിടെ നല്ലൊരു റെപ്രസെൻറ്റേഷൻ എല്ലാ സൈസിനും ഇല്ലാത്തതാണ് പുവർലി ഗ്രേഡഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി. അപ്പോൾ നമ്മളുടെ പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ചിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് CU ആണ്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ CU. അപ്പോൾ the uniformity coefficient is a measure of particle size range and it is expressed qualitatively by a term known as uniformity coefficient and it is denoted by CU, and CU is equal to D60 by D10. And D60 എന്ന് പറഞ്ഞാൽ that is a particle size in which 60% of the soil is less than the size. അപ്പോൾ ഈ സൈസിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന സോയില് ഈ സൈസിൽ നിന്നും 60% കുറവാണെങ്കിൽ that is D60. Next is D10 is the particle size of the soil such that the particle size is such that 10% of the soil is finer than this size. 10% നമ്മളുടെ സൈസിൽ നിന്നും കുറവാണെങ്കിൽ, ഇനി 60% ഓഫ് ദി സോയിൽ ഫൈനർ ആണെങ്കിൽ ദാറ്റ് ഈസ് D60, 10% ആണ് ഫൈനർ എങ്കിൽ ദാറ്റ് ഈസ് D10. ഇനി D10നെ നമുക്ക് ഇസ് ഓൾസോ നോൺ ആസ് ദ എഫക്റ്റീവ് സൈസ്. D10 നമ്മൾ എഫക്റ്റീവ് സൈസ് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് യൂണിഫോംലി ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ, വെൽ ഗ്രേഡഡ് സാൻഡ്, പുവർലി ഗ്രേഡഡ് സാൻഡിന്റെ എല്ലാം CU വാല്യൂസ് എന്താണ് വരേണ്ടത് നോക്കാം. അപ്പോൾ CU 1 ആണെങ്കിൽ ദാറ്റ് ഇസ് എ
യൂണിഫോമിലി ഗ്രേഡഡ് സോയിൽ ആയിരിക്കും. യൂണിഫോമിലി ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ, യൂണിഫോമിലി ഗ്രേഡഡ് ആണെങ്കിൽ Cu1 ആയിരിക്കും. ഇനി Cu ഗ്രേറ്റർ ദാൻ 6, അതൊരു വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സാൻഡ് ആണ്. Cu ഗ്രേറ്റർ ദാൻ 6, അപ്പൊ വെൽ ഗ്രേഡഡ് സാൻഡിന് വേണ്ടത് 6ൽ കൂടുതലുള്ള വാല്യൂസ് ആണ്. ഇനി Cu ലെസ് ദാൻ 6, അപ്പൊ Cu ലെസ് ദാൻ 6 ആണെങ്കിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് പുവർലി ഗ്രേഡഡ് സാൻഡ് ആണ്. Cu ലെസ് ദാൻ 6, അപ്പോൾ Cu1 ആണെങ്കിൽ യൂണിഫോമിലി ഗ്രേഡഡ് ആണ്. Cu ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ്, ആൻഡ് Cu അതായത് യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് വാല്യൂ ലെസ് ദാൻ 6 ആണെങ്കിൽ അത് പുവർലി ഗ്രേഡഡ് ആയിട്ടുള്ള സാൻഡ് ആണ്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ Cu ഗ്രേറ്റർ ദാൻ 6 വാല്യൂസ് വരുന്ന സാൻഡ് ആണ് നോക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ Cu. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് യൂസിങ് എ ഗ്രഡേഷൻ കർവ് ത്രൂ സീവ് അനാലിസിസ്. അപ്പൊ സീവ് അനാലിസിസ് ചെയ്ത് കിട്ടുന്ന ഗ്രഡേഷൻ കർവ് വഴിയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുന്നത്. സോ ദ ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ സൈസ് കർവ് ഇസ് ഗിവൺ ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ പാർട്ടിക്കിളിന്റെ സീവ് അനാലിസിസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന പാർട്ടിക്കിൾ സൈസിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് പാരാമീറ്റർ ഇസ് യൂസ്ഡ് ടു ക്ലാസിഫൈ. ഈ പാരാമീറ്ററും നമുക്ക് യൂസ് ചെയ്ത് വെൽ ഗ്രേഡഡ് ആണോ പുവർ ഗ്രേഡഡ് ആണോ നമ്മളുടെ സോയിൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ CC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് CC is equal to D30 square divided by D60 into D10. ഇപ്പൊ D30 എന്ന് പറയുന്നത് 30% ഫൈനർ സൈസ് ആയിരിക്കും. ഫോർ വെൽ ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ CCയുടെ വാല്യൂ ബിറ്റ്വീൻ 1 and 3 ആയിരിക്കണം ഫോർ വെൽ ഗ്രേഡഡ്. അപ്പൊ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ ബിറ്റ്വീൻ 1 and 3. ആൻഡ് ഫോർ ഗ്യാപ് ഗ്രേഡഡ് സോയിൽ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ ലെസ് ദാൻ 1 ഓർ CC ഈസ് ഗ്രേറ്റർ ദാൻ 3. CC ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ എന്താണ്? ഗ്യാപ് ഗ്രേഡഡ് സോയിൽ ആണ്. So next question, with a neat sketch explain the calibration procedure of the hydrometer. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ്. ലിക്വിഡ്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് ഹൈഡ്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കാലിബ്രേഷൻ പ്രോസസ്സാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഹൈഡ്രോമീറ്റർ ആൻഡ് ദിസ് ഇസ് ദ ബൾബ് പോർഷൻ. ദിസ് ഇസ് ദ സ്റ്റെം. ഇതാണ് അതിന്റെ സ്റ്റെം, ഇതാണ് അതിന്റെ ബൾബ്. അപ്പൊ ഹൈഡ്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് എ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോയിൽ സസ്പെൻഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് പാർട്ടിക്കിൾ സൈസ് അനാലിസിസിനും ഹൈഡ്രോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ ഇതാണ് ഫിഗർ. അതിന് അപ്പം നമ്മുടെ ഹൈഡ്രോമീറ്ററിന് ഒരു സ്റ്റെം ഉണ്ട്, ബൾബ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ കാലിബ്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. So calibration of hydrometer to determine the depth at which the specific gravity is measured, calibration of the hydrometer is done. അപ്പം നമുക്ക് ഏത് ഡെപ്തിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വോളിയം ഓഫ് ഹൈഡ്രോമീറ്ററിന്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈഡ്രോമീറ്ററിന്റെ വോളിയത്തിന് നമുക്ക് VH എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദ വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ ഇസ് റെപ്രസെന്റഡ് ആസ് VH. അപ്പോൾ VH കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഗ്രഡേഷൻ ഉള്ള സിലിണ്ടറിലേക്ക്, വാട്ടർ ഫില്ല് ചെയ്ത സിലിണ്ടറിലേക്ക് നമ്മൾ ഈ ഹൈഡ്രോമീറ്ററിനെ ഇടുന്നു. അപ്പോൾ ഹൈഡ്രോമീറ്ററിനെ ഇമ്മേഴ്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു വോളിയം ഓഫ് വാട്ടർ റൈസ് ചെയ്യും. അതൊരു ഓൾറെഡി ഉള്ള വാട്ടറിൽ നിന്നും. അപ്പോൾ ഒരു ഗ്രഡേഷൻ ഉള്ള ഒരു സിലിണ്ടറിൽ നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിപ്പം ഈ ലെവലിലാണ് വാട്ടർ നിന്നതെങ്കിൽ അത് കുറച്ച് ലെവലിലേക്ക് ഇവിടെ റൈസ് ചെയ്യും. അതാണ് വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. So the volume of the hydrometer VH is first determined by immersing it in a graduated cylinder partly filled with water and noting down the volume due to the rise in water level. അപ്പോൾ നമുക്ക് ആ വാട്ടർ ലെവലിൽ ഉണ്ടായ റൈസിനെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു. ഇനി ഡെപ്ത് ഓഫ് എനി ലെയർ എ ഫ്രം ദ ഫ്രീ സർഫസ് BE is the effective depth at which the specific gravity measured by the hydrometer. അപ്പം this is the level A and this is B. ഇത് തമ്മിലുള്ള ഈ ഹൈറ്റ് ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. See, this is the A and this is B. And ഈ ലെയേഴ്സ് തമ്മിലുള്ള ഹൈറ്റ് ആണ് എഫക്റ്റീവ് ഡെപ്ത് HE എന്ന് പറയുന്നത്. As
ആസ് സൂൺ ആസ് ദ ഹൈഡ്രോമീറ്റർ ഇസ് ഇൻസേർട്ടഡ് ഇൻ ദ ജാർ, ഈ നമ്മൾ ആ ജാറിലേക്ക് ഹൈഡ്രോമീറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പം എന്താണ്, ഒരു ലെവൽ റൈസ് ഉണ്ടായി. എ എന്ന് പറയുന്ന ലെവല് എ ഡാഷിലേക്കും, അപ്പോൾ നമ്മൾ ഹൈഡ്രോമീറ്റർ ഇതിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനിഷ്യൽ ലെവൽ എ ആയിരുന്നു, ആ എയിൽ നിന്നും എ ഡാഷിലേക്കൊരു റൈസും ബിയിൽ നിന്നും ബി ഡാഷിലേക്ക് ഒരു റൈസും ഉണ്ടായി. സോ ദ എഫക്റ്റീവ് ഡെപ്ത്, ഇനി നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് HE എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? HE ഈസ് ഈക്വൽ ടു H പ്ലസ് H/2 മൈനസ് VH/A പ്ലസ് VH/2A. അപ്പം ഇതാണ് HE എന്ന് പറയുന്നത്. അപ്പം ഈ HE, ദിസ് ഇസ് HE. അപ്പം HE എന്ന് പറയുന്നത് H പ്ലസ് H/2 പ്ലസ് ഇതെന്താണ് VH/A പ്ലസ് VH/2A. ഇവിടെ ഉണ്ടായത് VH/2A ആണ് റൈസ് ഉണ്ടായത്, ഇവിടെ VH/A ആണ്. അപ്പം ഈ HE എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സമ്മാണ് അല്ലേ? H പ്ലസ് H/2 പ്ലസ് VH/A, ഇവിടുത്തെ VH/2A. So this is ഓക്കെ, കാരണം ഇവിടെ H പ്ലസ് H/2 എന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മൈനസ് ചെയ്യണം, ഈ ഒരു ടേമിനെ മൈനസ് ചെയ്യണം, കാരണം നമുക്ക് BB ടു AA വരെ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ H എന്ന് പറയുന്നത് ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫസ് B' ടു ദ ലോവസ്റ്റ് മാർക്ക് ഓൺ ദ സ്റ്റെം. അപ്പം B' നിന്നും ലോവസ്റ്റ് മാർക്ക്, സ്റ്റെമ്മിൻ്റെ ഏറ്റവും ലോവസ്റ്റ് മാർക്ക് വരെയുള്ളതാണ് ക്യാപിറ്റൽ H എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇവിടം വരെയുള്ളത്, ഇതാണ് ലോവസ്റ്റ് മാർക്ക് ഓഫ്. അപ്പോൾ ഇത്രയാണ് H. Now H is the height of the bulb. Small h എന്ന് പറയുന്ന ബൾബിന്റെ ഹൈറ്റ് ആണ്. VH is the volume of hydrometer. A എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ആ ജാറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. സോ ഇൻ ദിസ് ഇക്വേഷൻ, അപ്പം നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും യു അസ്യൂം ദാറ്റ് ദ റൈസ് ഇൻ സസ്പെൻഷൻ ലെവൽ ഫ്രം A to A dash at the center of the bulb is equal to half the total rise due to the volume of hydrometer. അപ്പം എയിൽ നിന്നും A ഡാഷിലേക്കുള്ള ആ ഒരു റൈസ് എന്ന് പറയുന്നത് ഹാഫ് ദ ടോട്ടൽ റൈസ് ഡ്യൂ ടു വോളിയം ഓഫ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്ററിന്റെ വോളിയം കാരണം ഉണ്ടായ റൈസിന്റെ ഹാഫ് ഡെപ്ത് ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? HE is equal to H plus half into H minus VH/A. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ ഇങ്ങനത്തെ ഒരു ഇക്വേഷനിലേക്ക് നമ്മുടെ അസംഷൻ കാരണം റെഡ്യൂസ് ചെയ്യും. Now, the markings on the hydrometer stem give the specific gravity of the suspension at the center of the bulb, and the hydrometer readings are recorded after subtracting unity from the value of specific gravity and multiplying the remaining digit by 1000. അപ്പോൾ നമുക്ക് കിട്ടിയ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിൽ നിന്നും നമ്മൾ യൂണിറ്റി, അപ്പോൾ നമുക്ക് കിട്ടിയ ഹൈഡ്രോമീറ്റർ റീഡിങ്ങിൽ നിന്നും നമ്മൾ യൂണിറ്റി മൈനസ് ചെയ്യും, അതായത് 1 മൈനസ് ചെയ്തു യൂണിറ്റി ഫ്രം ദ വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് മൾട്ടിപ്ലൈങ്, ഈ റിമൈൻ ചെയ്ത വാല്യൂസിനെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. Thus, the specific gravity of 1.015 is represented by a hydrometric reading RH. RH ആണ് ഹൈഡ്രോമെട്രിക് റീഡിംഗ് എന്ന് പറയുന്നത്. RH ഓഫ്, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ, അപ്പം നമുക്ക് കിട്ടിയ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ, അപ്പോൾ ഹൈഡ്രോമെട്രിക് റീഡിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് കിട്ടിയത് 1.015 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1.15 മൈനസ് 1, യൂണിറ്റി മൈനസ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ 15 ആണ് നമുക്ക് കിട്ടുന്ന റീഡിംഗ്. So the gradation on the right side of the stem directly give the reading RH. അപ്പം ഈ മീറ്ററിന്റെ സ്റ്റെമ്മിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് RHന്റെ റീഡിംഗ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. So when you look at the figure, കണ്ടോ സ്റ്റെമ്മിന്റെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന റീഡിംഗ് എന്താണ്? ദിസ് ഇസ് ദ RH റീഡിംഗ്. ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി റീഡിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഹൈഡ്രോമെട്രിക് റീഡിംഗ് കിട്ടാമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തത്. യൂണിറ്റി മൈനസ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക.
ഇനി RH നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈഡ്രോമെട്രിക് റീഡിംഗ് ആണ് തരുന്നത്. ആസ് ദ എഫക്റ്റീവ് ഡെപ്ത് HE ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൈഡ്രോമെട്രിക് റീഡിംഗ് RH, എ കാലിബ്രേഷൻ ചാർട്ട് ക്യാൻ ബി ഒബ്റ്റെയിൻ ബിറ്റ്വീൻ ദ ഹൈഡ്രോമെട്രിക് റീഡിംഗ് RH ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് HE. അപ്പം എഫക്റ്റീവ് ഡെപ്ത് HEയും RHയും ഇന്റർ റിലേറ്റഡ് ആയതിനാൽ നമുക്ക് അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? എഫക്റ്റീവ് ഡെപ്ത് വേണം, അതുപോലെ തന്നെ ഹൈഡ്രോമെട്രിക് റീഡിംഗും വേണം. അപ്പൊ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മളൊരു കാലിബ്രേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത് HE വേഴ്സസ് ഹൈഡ്രോമെട്രിക് റീഡിംഗ് RH. അപ്പൊ ഇതാണ് നമ്മളുടെ ഹൈഡ്രോമെട്രിക് ഒരു കാലിബ്രേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ ഇപ്പം നമ്മളുടെ സെഡിമെന്റേഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സസ്പെൻഷൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ സെഡിമെന്റേഷൻ പ്രോഗ്രസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഹൈഡ്രോമെട്രിക് റീഡിംഗ് എന്ന് പറയുന്നത് എന്തായി? കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പോയി. ഇറ്റ് ഡീപ്പൻസ്, അത് ഡീപ്പൻ ചെയ്തു. ആൻഡ് ദ എഫക്റ്റീവ് ഡെപ്ത്, അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദ ഹൈഡ്രോമെട്രിക് റീഡിംഗ് അവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നോക്കിയാൽ അതായത് ഇപ്പോൾ സെഡിമെന്റേഷൻ കൂടുതൽ നടക്കുകയാണ്, സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം കുറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ബൾജ് ഇങ്ങനെ അകത്തേക്ക് ഡീപ്പറായിട്ട് നമ്മളുടെ ഹൈഡ്രോമീറ്റർ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ RH വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം 10, 5, 0, -5. അപ്പോൾ RH വാല്യൂ ആദ്യം 10 എന്ന് വിചാരിക്കുക. ഇത് കുറച്ചും കൂടിയും അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ RH വാല്യൂ എന്തായി? 5 ആയി. അപ്പോൾ ഇവിടെ RH വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് സെഡിമെന്റേഷൻ കൂടുമ്പോൾ. So that is about hydrometer. അപ്പോൾ ഇതാണ് ഹൈഡ്രോമെട്രിക് കാലിബ്രേഷൻ. അപ്പോൾ ഹൈഡ്രോമെട്രിക് കാലിബ്രേഷൻ നമ്മൾ മെയിൻലി എഫക്റ്റീവ് ഡെപ്തിന്റെ ഇക്വേഷൻസും അതുപോലെ എങ്ങനെയാണ് ഹൈഡ്രോമെട്രിക് റീഡിംഗ് കണ്ടുപിടിക്കുന്നത്, അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ചെയ്യുന്നത്. Now next is ഒരു പ്രോബ്ലം ആണ്. A soil sample of height 6 cm and the area of cross section 100 cm square was subjected to constant head permeability test with a head of 36 cm and 90 cc of water passes through the specimen during a test interval of 5 minutes. Compute the coefficient of permeability of the soil sample. Suppose the same sample is subjected to a falling head permeability test and found that the head drops from 60 cm to 20 cm in 4 minutes. Determine the cross-sectional area of the standpipe. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് വെച്ചും ചെയ്യണം. രണ്ടാമത്തെ കേസിൽ നമുക്ക് ഫോളിംഗ് ഹെഡ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി അപ്പൊ നമുക്കറിയാം കോൺസ്റ്റന്റ് ഹെഡിൽ നമ്മൾ Q = KIA ഡാർസീസ് ലോ വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ നമുക്കറിയാം K = QL/AH × T. ഇവിടെ ടൈം തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ T എടുത്തിട്ടുണ്ട് T. അപ്പൊ ഇവിടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ക്യുമെക്സിൽ തന്നെയാണ് വേണ്ടത് 90. അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ 90 ഇൻറ്റു ഇനി ലെങ്ത്. അപ്പൊ എന്താണ്? ഹൈറ്റ് ഓഫ് ദ സാമ്പിൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദ സാമ്പിൾ. അപ്പൊ 6 cm. അപ്പൊ അത് ഇൻറ്റു 6 ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇനി ഏരിയ. നമുക്ക് എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ 100 cm² ആണ്. പിന്നെ H തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 36 cm. ആൻഡ് T ടൈം തന്നിട്ടുണ്ട് 5 മിനിറ്റ് ആണ്, അതിനെ സെക്കൻഡ് ആക്കണം. അപ്പൊ 300 സെക്കൻഡ്. നമ്മൾ അതിനെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 100 ഇൻറ്റു 36 ഇൻറ്റു 300. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി 5 × 10⁻³ mm/s. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിലെ കേസിൽ നമുക്ക് H1 ആൻഡ് H2. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ട ഇക്വേഷൻ ഫോളിംഗ് ഹെഡിൽ നമ്മൾ എങ്ങനെയാണ് K കണ്ടുപിടിക്കേണ്ടത്? 2.303 AL/AT × log 10 H1/H2. അപ്പൊ ഇവിടെ നമുക്ക് ബാക്കി എല്ലാം സെയിം ആണ്, ടൈം ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. അപ്പൊ 4 മിനിറ്റിന് നമ്മൾ 4 × 60 സെക്കൻഡ് ആക്കുക, ദാറ്റ് ഈസ് 240 സെക്കൻഡ്.
പിന്നെ നമുക്കിവിടെ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എൽ ഉണ്ട്. എൽ എന്താണ്? എൽ 6 സെന്റിമീറ്റർ ആണ്. എ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ടി ഇവിടെ 240 സെക്കൻഡ് ആണ്. ഇനി H1 നമുക്ക് തന്നിട്ടുണ്ട് 60 ആണ്. H2 20 ആണ്. അപ്പൊ ഇതെല്ലാം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്നത് 1.82 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇവിടെ ഇത് സെന്റിമീറ്റർ സെക്കൻഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 3-ലെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.